പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദിവസങ്ങൾ വളരെ വേഗത്തിലാണ്. ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 40:37. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. ഇത് പുറപ്പാട് ജനത കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് മോശയുടെ ആദ്യഘട്ടത്തിൽ മോശയുടെയും പിന്നെ ജോഷുവയുടെ നേതൃത്വത്തിൽ പോയിരുന്ന ജനം, അവരുടെ മുകളിൽ മേഘസ്തംഭമായും അഗ്നിസ്തംഭമായിട്ടും കർത്താവാണ് അവരുടെ മുമ്പിൽ പോയിരുന്നത്. അപ്പോൾ മേഘം ഉയർന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യം അവർക്ക് അനുഭവേദ്യമായിരുന്നില്ലെങ്കിൽ അതുവരെ അവർ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവേദ്യം അല്ലെങ്കിൽ എന്നാ വേണ്ട, ഇന്നെങ്ങനെയൊക്കെ അവിടെ പോകാമെന്ന് വിചാരിച്ച് പോവല്ല. അവരതിനു വേണ്ടി കാത്തിരുന്നു, അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്കൊരു ക്രിസ്തു അനുഭവം, കർത്താവേ, ഈശോയുടെ ഒരു അനുഭവം, അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവർ പറയാണ്, നോക്കിയ സഹോദരങ്ങളെ, മേഘം ഉയർന്നില്ലെങ്കിൽ എന്ന് പറയും ഭർത്താക്കൾ എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ അത് അനുഭവപ്പെടുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. അവർ കാത്തിരുന്നു, കൂടാരത്തിൽ കാത്തിരുന്നു. അതായത് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ തപസ്സിരുന്നു. അങ്ങനെ ഒരു സാങ്ഷൻ കിട്ടിയ മാത്രമാണ് മുന്നോട്ട് പോകുള്ളൂ. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ഈ ഒരു കാലഘട്ടത്തിലെ ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളും കാര്യങ്ങളും വെഞ്ചിരിപ്പും ഡെലിവറൻസും ഇതൊക്കെ നമ്മൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, ഈ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, ഉള്ളിൻ്റെ ഉള്ളിലുള്ള അധമമായ ഒരു ആഗ്രഹം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളതിനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ എന്നതൊക്കെ നമ്മളൊരു ആത്മശോധന നടത്തേണ്ടതാണ്. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.